ശശി തരൂർ എംപിയുടെ ഗൺമാന് നേരെ കയ്യേറ്റ ശ്രമം, 5 പേർക്കെതിരെ കേസ്. മലപ്പുറം വണ്ടൂർ ചെള്ളിത്തോട് വെച്ചാണ് സംഭവം. ഗതാഗതക്കുരുക്കിൽ വെച്ച് എംപിയുടെ കാർ ഡ്രൈവർ ഹോൺ അടിച്ചതിൽ പ്രകോപിതരായ സംഘമാണ് കയ്യേറ്റ ശ്രമം നടത്തിയത്. എംപിയുടെ കാറിന് മുന്നിലെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് കയ്യേറ്റ ശ്രമം നടത്തിയത്. വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വണ്ടൂരിലേക്ക് വരികയായിരുന്നു ശശി തരൂർ എംപി. ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞ് അസഭ്യം പറയുകയും ഗൺമാനെ മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗൺമാന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്തത് ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ച ആൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. അടൂർ സ്വദേശി രാജീവ് തങ്കമത്തിനെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഏപ്രിൽ 2 രാത്രിയിലാണ് വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ ചിത്രം ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചത്. വോട്ട് ചെയ്ത് പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ബഹിരാകാശം താണ്ടി ചന്ദ്രനെ വലം വെച്ച് മടങ്ങാൻ യാത്ര തിരിച്ച ആർട്ടിമിസ് 2 ദൗത്യത്തിൽ നിന്നുള്ള ഭൂമിയുടെ ആദ്യ ചിത്രങ്ങൾ പങ്കുവച്ച് നാസ. ഓറിയോൺ ക്യാപ്സ്യൂളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ് നാസ പങ്കുവച്ചത്. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഭൂമിയുടെ ഇത്രയും അകലെ നിന്നുള്ള ദൃശ്യങ്ങൾ മനുഷ്യൻ പകർത്തുന്നത്. നാസയിലെ ബഹിരാകാശ യാത്രികനും ആർട്ടിമിസ് 2 കമാൻഡറുമായ റീഡ് വൈസ്മാൻ ഓറിയോൺ ബഹിരാകാശ പേടകത്തിന്റെ വിൻഡോയിൽ നിന്ന് പകർത്തിയ ഭൂമിയുടെ ചിത്രമെന്നാണ് നാസ നൽകുന്ന വിശദീകരണം. ആർട്ടിമിസ് 2 ബഹിരാകാശ യാത്രികളിൽ നിന്നുള്ള ആദ്യത്തെ ചിത്രങ്ങളാണിവയെന്നും നാസ അറിയിച്ചു. NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും മതം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലും ബോർഡ് സ്ഥാപിച്ചുവെന്നാരോപിച്ചാണ് LDF നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ C. സുമേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വർഗീയ നിലപാട് തുടരുകയും നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് BJP സ്ഥാനാർത്ഥി സ്വീകരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. കൊടുങ്ങല്ലൂരിൽ അന്തേവാസി കൊല്ലപ്പെട്ട അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകി. സ്ഥാപനത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതിയില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് അന്തേവാസിയായ ശ്രീനാഥ് കെയർടേക്കറുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബോബിയും ഭാര്യയും ചേർന്നാണ് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ നടത്തിയിരുന്നത്. ജനുവരിയിലാണ് ശ്രീനാഥ് ഇവിടെ എത്തുന്നത്. ഏപ്രിൽ 2 ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റിനിടെ ശ്രീനാഥിന്റെ ശരീരത്തിലെ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത്. ആന്തര അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നുണ്ട്.